വന്നാലും കെട്ടുന്ന പെണ്ണിന് തറവാടും അല്പ കുറഞ്ഞാലും കെട്ടിയ ആണിന് പറയത്തക്ക രൂപത്തിലുള്ള ശമ്പളമില്ലെങ്കിലും ദീനാണ് ഘടകമെങ്കിൽ ആ ദീനിനെ മുൻനിർത്തി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം. അത് മക്കളോട് നിങ്ങൾ കാണിക്കേണ്ട മര്യാദയാ. അതല്ലാതെ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടും മകളെ കണ്ണുനീര് കണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന വാപ്പാരോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ട് റബ്ബിന് എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങൾക്ക് ഏത് സെക്കൻഡിൽ ചെന്നാലും എടുക്കാൻ മാത്രം ധാന്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പത്തായത്തിലുണ്ടാകും. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സ്വന്തം എന്ന് പറയാൻ ഒരു സഹോദരി ജമീല എന്ന പെണ്ണു മാത്രം. ആ പെണ്ണിനെ വിവാഹം അന്വേഷിച്ച് പലരും കയറി വന്ന ധനാഢ്യരായ ആളുകളോടൊക്കെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, എന്റെ ജമീലാക്ക് ഞാനൊരു പുതിയാപ്ലയെ കണ്ടുവച്ചിട്ടുണ്ട്. വന്നവര് ചോദിച്ചു, അബ്ദുറഹ്മാൻ ആരാണ് ആ ഭാഗ്യവാൻ? ചോദിച്ച സഹാബാക്കളുടെ കൈപിടിച്ച് മദീനത്തെ പള്ളിയിലേക്ക് ഇറങ്ങി. ലോകത്തിന്റെ തിരുദൂതൻ സ്വന്തം കൈകളാൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൻ നബവിയുടെ മിനാരത്തിന്റെ താഴെ കുത്തിവെച്ച ഈത്തപ്പന ഓലയിൽ കയറി നിന്ന് ഈത്തപ്പന തടിയിൽ ചാരി നിന്ന് വേർത്തൊട്ടിയ ശരീരവുമായി ചാഞ്ഞും ചെരിഞ്ഞും ബാങ്കു കൊടുക്കുന്ന കറുത്ത ചുരുളം ചുടിക്കാരനെ ചൂണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വിളിച്ചു പറഞ്ഞു, എന്റെ ജമീലാക്ക് ഞാൻ കണ്ട പുതിയാപ്ല ബിലാൽ ഇബ്നു റബാഹ, കാപ്പിരി വർഗക്കാരൻ, നീഗ്രോ വംശജൻ, അടിമയായ ബിലാൽ, കയറിക്കിടക്കാൻ കൂരയില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു. കണ്ടവര് മുഴുവനും ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ, അതിനു മാത്രം എന്തു പ്രത്യേകതകളാ ആ ബിലാലിൽ നീ കണ്ടത്? ബാങ്ക് അവസാനിപ്പിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ബിലാലിന്റെ ഉള്ളു വെളുത്തതാ. ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ബിലാലിന്റെ ഉള്ളു വെളുത്തതാ. എന്റെ സഹോദരിക്ക് ഇതിലും നല്ലൊരു ബന്ധം കണ്ടെത്താൻ ഈ ആയുസ്സിൽ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതാണ് ഇസ്ലാമിക മര്യാദ.